സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസിൽ 13.5 എക്സസൈസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുള്ള ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മാച്ച് ബോക്സ് മെഷേഴ്സ് 4 × 2.5 cm × 1.5 cm. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് പാക്കറ്റ് കണ്ടെയ്ൻ 12 സച്ച് ബോക്സസ്. ഇവിടെ നമുക്ക് ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ക്യൂബോയിഡ് ഈക്വൽ ടു L × B × H ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് L, B, H തന്നിട്ടുണ്ട്. വോളിയം കണ്ടുപിടിക്കുക. അപ്പോൾ അതുപോലെയുള്ള 12 പാക്കറ്റ്സിൻ്റെ വോളിയം എത്രയാണെന്നാണ് ചോദ്യം. അപ്പം ആദ്യം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2.5 × 1.5. 4 × 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 × 4 100 ആയി. 100 അപ്പോൾ 10 പോയിന്റ് മാറ്റുമ്പോൾ 10 ആയി. 10 × 15 എന്ന് പറയുക 1.5 എന്ന് പറയുമ്പോൾ അവിടെ 15 കിട്ടി. 15 ആണ് നമുക്ക് വോളിയം വരുന്നത് ഒരു മാച്ച് ബോക്സിൻ്റെ. അപ്പോൾ വോളിയം ഓഫ് 12 ബോക്സിൻ്റെത് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 15 × 12. അപ്പോൾ 15 × 12 എന്ന് പറയുന്നത് 10, 3, 5, 180 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത് സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല, ഇവിടെ വോളിയം ആയതുകൊണ്ട് ക്യൂബ്, സെൻറ്റിമീറ്റർ ക്യൂബ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ക്യൂബോയിഡൽ വാട്ടർ ടാങ്ക് ഈസ് 6 meter ലോങ്, 5 meter wide and 4.5 meter deep. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്? അപ്പോൾ നമുക്ക് എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ലിറ്ററിലേക്ക് മാറ്റണം. അതായത് 1 meter ക്യൂബ് ഈക്വൽ ടു 1000 ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം തന്നെ. കപ്പാസിറ്റി ടാങ്ക് ഈക്വൽ ടു L × B × H. ഇവിടെ 6 × 5 × 4.5 വരും. അപ്പോൾ 6 × 5 30. 4.5 × 3 എന്ന് പറയുന്നത് എത്രയാ? 135. 135 ഇപ്പോൾ പോയിന്റ് മാറുന്നു. 135 സെൻറ്റിമീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1000 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 1000 135,000 ലിറ്റർ. അപ്പോൾ അതിൽ തേർഡ് ക്വസ്റ്റ്യൻ എ ക്യൂബിക്കൽ വെസൽ ഈസ് 10 meter long and 8 meter wide. How high it must it be made to hold 380 cubic meters of a liquid? അവിടെ നമുക്ക് വോളിയം തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഹൈറ്റ് ആണ് കാണുന്നത്. അപ്പോൾ വോളിയം കപ്പാസിറ്റി എന്ന് പറയുന്നത് L × B × H ആണ്. അപ്പോൾ H എന്ന് പറയുന്നത് V/L × B. വോളിയം എത്രയാണ്? 380. 380 ഡിവൈഡ് ബൈ L എന്ന് പറയുന്നത് 10, B 8. അപ്പോൾ ക്യാൻസലായി 38/8. പിന്നെ 2 കൊണ്ട് ക്യാൻസൽ ആക്കുമ്പോൾ, അല്ലെങ്കിൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 4, പിന്നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 19/4. 4 4s are 16, 3 30ൽ 7, 28, 2 20 ആവുമ്പോൾ 5. 4.75 മീറ്റർ. 4.75 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഡിഗിങ് എ ക്യൂബോയിഡൽ പിറ്റ് 8 meter ലോങ്, 6 meter ബ്രോഡ് ആൻഡ് 3 meter ഡീപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് ₹30 per meter ക്യൂബ്. അപ്പോൾ ₹30 per meter ക്യൂബ് ആണുള്ളത്. നമുക്ക് ആദ്യം വോളിയം L × B × H. ഇവിടെ 8 × 6 × 3. അപ്പോൾ 18 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66, 41, 44. 144 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും മീറ്റർ ക്യൂബ് പെർ മീറ്റർ ക്യൂബിന് ₹. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡിഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ ടു 144 × 30 ചെയ്താൽ × 3 12 ₹4320 4,320. So fifth question, the capacity of a cuboidal tank is 50,000 liters of water.
Find the breadth of tank if its length and depth are respectively 2.5 meter and 10 meter respectively. അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് ആണ് കാണേണ്ടത്. കപ്പാസിറ്റി എന്ന് പറയുന്നത് അവിടെ വോളിയം 50,000 ആണ്. ഇത്രയും ലിറ്റേഴ്സ് ആണ്. ഇതിനെ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. മീറ്റർ ക്യൂബിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 സീറോ ക്യാൻസലായി 50 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇനി നമുക്ക് L ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലും ബി ആണ് നമുക്ക് കാണേണ്ടത്. ബി ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ എൽ എത്രയാണ്? 2.5. എച്ച് എന്ന് പറയുന്നത് 10 ക്യാൻസലായി. അപ്പോൾ 5/2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50/25 ഇറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ, എ വില്ലേജ് ഹാവിങ് എ പോപ്പുലേഷൻ ഓഫ് 4,000 പോപ്പുലേഷൻ 4,000 ഉണ്ട്, റിക്വയർസ് 150 liters ഓഫ് വാട്ടർ പെർ ഹെഡ് പെർ ഡേ. അപ്പോൾ ഒരാൾക്ക് ആ വില്ലേജിൽ 4,000 ആൾക്കാരുണ്ട്, അതിൽ ഒരാൾക്ക് ഒരു ദിവസം 150 ലിറ്റർ ചിലവാകും. ഇറ്റ് ഹാസ് എ ടാങ്ക് മെഷറിംഗ് 20 meter into 15 meter into 6 meter. For how many days will the water of this tank last? ആ ടാങ്കിലുള്ള വെള്ളം അവർക്ക് എത്ര ദിവസം എത്തും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര ദിവസം എത്തും എന്നുള്ളത് കാണും. നമ്പർ ഓഫ് ഡേയ്സ് ആണ് നമുക്ക് കാണേണ്ടത്. നമ്പർ ഓഫ് ഡേയ്സ് കാണണമെങ്കിൽ ആ ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് അറിയണം. അതുപോലെ ഈ 4000 ആൾക്കാർക്ക് ഒരു ദിവസം എത്ര വെള്ളം ചെലവാകും എന്നുള്ളത് അറിയണം. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഡിവൈഡ് ബൈ requirement of water for the total population of the village per day. ഒരു ദിവസം ആ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? 4,000 ആണ്. 4,000 ആൾക്കാർക്ക് ഒരു ദിവസം എത്ര വെള്ളം വേണം, അതിനെ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാങ്കിലുള്ള വെള്ളം എത്ര ദിവസം എത്തും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ റിക്വയർമെന്റ് ഓഫ് വാട്ടർ പെർ ഹെഡ് പെർ ഡേ നമുക്ക് തന്നിട്ടുണ്ട്, 150 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? റിക്വയർമെന്റ് ഓഫ് വാട്ടർ ഫോർ ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ്. Total population of the village per day. അതേപോലെ തന്നെ എഴുതുക. റിക്വയർമെന്റ് ഓഫ് വാട്ടർ ഫോർ ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ് പെർ ഡേ ഈക്വൽ ടു എന്ത് വരും? 150 ഇൻറ്റു 4,000. 150 ഇൻറ്റു 4,000 വരും. അത് ടാങ്കിന്റെ കപ്പാസിറ്റി ആണ്. നമുക്കത് 20 ഇൻറ്റു 15 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിന്റെ കപ്പാസിറ്റി കിട്ടും. ഇവിടെ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ് പെർ ഡേ എത്രയാണ് നമുക്ക് വരുന്നത്? അതായത് റിക്വയർമെന്റ് ഓഫ് വാട്ടർ ഫോർ ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ് പെർ ഡേ ഇത്രയും ലിറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. മീറ്റർ ക്യൂബിലേക്ക് മാറ്റാൻ വേണ്ടി 150 ഇൻറ്റു 4,000 ഡിവൈഡ് ബൈ 1000 ചെയ്യുക. 1000 കൊണ്ട് ഇപ്പം 3 സീറോ ക്യാൻസലായി. അപ്പോൾ 150 ഇൻറ്റു 4 ആണ് വരുന്നത്. നമ്പർ ഓഫ് ഡേയ്സ്, therefore നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു എത്രയാണ്? കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് 20 ഇൻറ്റു 15 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 150 ഇൻറ്റു 4. അപ്പോൾ 4 5 ക്യാൻസലായി 15 ആവുമ്പോൾ ഇവിടെ നമുക്ക് 10. ഇത് 10ൽ ഇത് 2 ടൈംസ് 6/2 എന്ന് പറഞ്ഞാൽ 3 ഡേയ്സ് ആണ് ആ ടാങ്കിലുള്ള വെള്ളം അവർക്ക് എത്തുള്ളൂ. അതായത് ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അവിടെ ക്യൂബോയിഡൽ ടാങ്ക് ആണ്. L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ആ ടാങ്കിന്റെ കപ്പാസിറ്റി ബൈ 4,000 ആൾക്കാർക്ക് ഒരു ദിവസം എത്ര വെള്ളം വേണം, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. 7th ക്വസ്റ്റ്യൻ, എ ഗോഡൗൺ മെഷേഴ്സ് 40 meter into 25 meter into 15 meter. Find the maximum number of wooden crates, each measuring 1.5 meter into 1.25 meter into 0.5 meter that can be stored in the godown. അപ്പോൾ ഇവിടെ ഗോഡൗണിൽ എത്ര വുഡൻ ക്രേറ്റ്സ് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ എന്ത് വേണം? നമ്പർ ഓഫ് വുഡൻ ക്രേറ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വോളിയം, അതായത് ഗോഡൗണിൻ്റെ വോളിയം ഡിവൈഡ് ബൈ വുഡൻ ക്രാറ്റ്സിന്റെ വോളിയം. അപ്പോൾ ആദ്യം നമുക്ക് ഗോഡൗണിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ് വരിക? ഇത് അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് വുഡൻ ക്രാറ്റ്സ് എന്ന് പറയുന്നത് വുഡൻ ക്രാറ്റ്സ് ഈക്വൽ ടു
രണ്ടിൻ്റെയും വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഗോ ഡൗൺ, വോളിയം ഓഫ് ഗോ ഡൗൺ ഡിവൈഡ് ബൈ വോളിയം ഓഫ് വുഡൻ ക്രേറ്റ്സ്. ന്റെ വോളിയം ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് 40 × 25 × 15 ഡിവൈഡ് ബൈ 1.5 × 1.25 × 0.5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പോയിന്റ് മാറ്റാൻ വേണ്ടി എത്ര പ്ലേസ് ആണ് 1 2 3 4. അപ്പോൾ 40 × 25 × 5 × 4 പ്ലേസ് ആണ് നമുക്ക് പോയിന്റ് മാറേണ്ടത്. ഇത്രയും കൊണ്ട് മുകളിലും താഴെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇൻറ്റു 10,000 ഡിവൈഡ് ബൈ 10,000 അങ്ങനെ വരുമ്പോൾ നമുക്ക് താഴെ പോയിന്റ് പോയി കിട്ടും. 150 125 × 5. ഇതിനെങ്ങനെ ക്യാൻസൽ ചെയ്യാം നമുക്ക്. 15ഉം 15ഉം ക്യാൻസലായി, 25ഉം 125ഉം 5 കൊണ്ട് ക്യാൻസലായി, 5ഉം 8. ഇനി ഈ 5 നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2000 വന്നു. അപ്പോൾ നമുക്ക് 8 × 2000 എന്ന് പറയുന്നത് 16,000. 16,000 വുഡൻ ക്രേറ്റ്സ് ഗോഡൗണിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എ സോളിഡ് ക്യൂബ് ഓഫ് 12 cm is cut into 8 cubes of equal volume. What will be the side of new cube? ന്യൂ ക്യൂബിൻ്റെ സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്. ഓൾസോ ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ സർഫസ് ഏരിയ. അതായത് ഒറിജിനൽ ക്യൂബും ന്യൂ ക്യൂബും ഉണ്ടാവും, അതിൻ്റെ രണ്ടിനെയും സർഫസ് ഏരിയ കാണണം. അപ്പോൾ ആദ്യം നമുക്ക് സോളിഡ് ക്യൂബിൻ്റെ വോളിയം എത്രയാണെന്ന് കാണാം. അതിൽ നിന്നാണ് 8 ക്യൂബ്സ് ഈക്വൽ വോളിയത്തിൽ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ക്യൂബിൻ്റെ സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ വോളിയം ഓഫ് സോളിഡ് ക്യൂബ് എന്ന് പറയുന്നത് ക്യൂബിൻ്റെ വോളിയം എത്രയാണ്, എ ക്യൂബ്. അപ്പോൾ എ ക്യൂബ് എന്ന് പറയുന്നത് ഇവിടെ 12 ക്യൂബാണ്. 12 ക്യൂബ് എന്ന് പറഞ്ഞാൽ 144 144 × 12 8 8 2 4 4 1 8 12 1728 ആണ് വരിക. 1728 ആണ് നമുക്ക് വോളിയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ക്യൂബിൽ നിന്നാണ് 8 ഈക്വൽ ക്യൂബായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം ഓഫ് ന്യൂ ക്യൂബിൻ്റെ വോളിയാണ് നമുക്ക് എത്ര കിട്ടുക, 1728 ഡിവൈഡ് ബൈ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു പുതിയ ക്യൂബ് 8 ഈക്വൽ ക്യൂബായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 2s are 16, 12ൽ 1 ടൈം 4, 48ൽ 6, 216 ആണ് വരുന്നത്. സൈഡ് ഓഫ് ന്യൂ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, ഇത് ആ ക്യൂബിൻ്റെ വോളിയാണ്. അതിൽ നിന്ന് അതായത് എ ക്യൂബാണ് എത്ര 216. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡ് എ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 216. ക്യൂബ് റൂട്ട് ഓഫ് 216 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 × 6 × 6 ആണ് 216. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് 6. എന്നാൽ അത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് 3 എണ്ണത്തിൽ എടുത്താൽ മതി. 216 നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു. 2 കൊണ്ട് 1 0 3. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം 216 എന്ന് പറയുന്നത് 103 ആയ 103 ഓഡ് നമ്പർ ആവും. അപ്പോൾ 6 × 6 × 6 ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 216ൻ്റെ ക്യൂബ് റൂട്ട് എ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ന്യൂ ക്യൂബിൻ്റെ സൈഡ് 6 കിട്ടി. ന്യൂ ക്യൂബിൻ്റെ സൈഡ് 6 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളത് എന്താണ്, ഓൾസോ ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദർ സർഫസ് ഏരിയ. സർഫസ് ഏരിയൻ്റെ റേഷ്യോ കാണാനാണ് പറയുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് രണ്ടിൻ്റെയും സർഫസ് ഏരിയ കാണണം. അതായത് ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6a² ആണ്. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് ഒറിജിനൽ ക്യൂബ് ഈക്വൽ ടു എത്ര വരും, 6a². 6a² എന്ന് പറയുമ്പോൾ 6 × 12², അതായത് 12 × 12 കിട്ടി. നമുക്കവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, കാരണം റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ ക്യാൻസൽ ആയി പോകും. സർഫസ് ഏരിയ ഓഫ് ന്യൂ ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് സൈഡ് എത്രയാണ് കിട്ടിയത്, 6 ആണ്. അപ്പോൾ 6 × 6 × 6. ഇനി റേഷ്യോ എന്ന് പറയുന്നത്
രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. സർഫസ് ഏരിയ ഓഫ് ഒറിജിനൽ ക്യൂബ് ഡിവൈഡ് ബൈ സർഫസ് ഏരിയ ഓഫ് ന്യൂ ക്യൂബ്, അതായത് 6 × 12 × 12 ഡിവൈഡ് ബൈ 6 × 6 × 6. അപ്പോൾ ഇവിടെ 6 ക്യാൻസലായി, ഇത് 2 ആയി, ഇതും 2 ആയി. അപ്പോൾ 4:1. സർഫസ് ഏരിയ ഓഫ് ഒറിജിനൽ ക്യൂബ് ഈസ് ടു സർഫസ് ഏരിയ ഓഫ് ന്യൂ ക്യൂബ് എന്ന് പറയുന്നത് 4:1. 9th question. A river 3 meter deep and 40 meter wide is flowing at the rate of 2 km per hour. How much water will fall into the sea in a minute? നമുക്കിവിടെ എത്ര വെള്ളമാണ് സീയിലേക്ക് വീഴുന്നത്, അതായത് ഒരു മിനിറ്റിൽ എത്രയാണെന്നുള്ളതാണ് കാണുന്നത്. അവിടെ ലെങ്ത് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 2 km per hour ആണ്. അപ്പോൾ പെർ അവറിലുള്ളത് നമ്മൾ ഇവിടെ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പെർ അവറിൽ എത്ര വെള്ളം സീയിലേക്ക് വീഴുന്നു എന്നുള്ളത് കിട്ടും. അതിനുശേഷം അതിനെ മിനിറ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ 2 km ആണ് ലെങ്ത് ഓഫ് വാട്ടർ. ലെങ്ത് ഓഫ് വാട്ടർ 2 km എന്ന് പറഞ്ഞാൽ 2 × 1000. 2 × 1000 എന്ന് പറയുമ്പോൾ 2000 മീറ്റർ വരും, ഈക്വൽ ടു 2000 മീറ്റർ. അപ്പം ഇവിടെ വാട്ടർ ഇൻറ്റു സി ഇൻ 1 hour. 1 അവറിലുള്ളത്, കാരണം നമുക്ക് ലെങ്ത് ഓഫ് വാട്ടർ അവിടെ തന്നിട്ടുള്ളത് 1 അവറിലാണ്. 1 അവറിലുള്ളത് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് L × B × H എത്രയാണ് വരിക? 2000 × 40 × 3 വരും. ഇത്രയാണ് 1 അവറിൽ. നമുക്കിവിടെ ഇനി മിനിറ്റിലാണ് വേണ്ടത്. അപ്പോൾ വാട്ടർ ഇൻറ്റു ദ സീ ഇൻ മിനിറ്റ് ഈക്വൽ ടു, അവരുടെ മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 60. 40 × 3 ഡിവൈഡ് ബൈ 60. അപ്പോൾ 0 ക്യാൻസലായി, ഇവിടെ 2. അപ്പോൾ എത്ര വരുന്നത്? 4000 മീറ്റർ ക്യൂബ്. 4000 മീറ്റർ ക്യൂബിൽ വാട്ടറാണ് സീയിലേക്ക്. അപ്പോൾ ആ എക്സസൈസ് കഴിഞ്ഞു. അത് ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.